മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി മറ്റൊരു ഇതിഹാസ താരത്തിന് നൽകിയ ഉപദേശമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. മറ്റാർക്കുമല്ല, നിലവിലെ ഇന്ത്യൻ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ നൽകിയ ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കായിക ലോകത്തെ ചർച്ചാ വിഷയം. ഗംഭീറിൻ്റെ പെരുമാറ്റത്തെയും ശൈലിയെയും കുറിച്ച് ഗാംഗുലി തുറന്നു പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റിൽ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ഗൗതം ഗംഭീർ. അദ്ദേഹത്തിൻ്റെ ആക്രമോത്സുകതയും വിട്ടുനൽകാത്ത മനോഭാവവും പലപ്പോഴും ടീമിന് ഗുണകരമായിട്ടുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ അത് വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഗംഭീർ പരിശീലകനായ ശേഷം ഇന്ത്യൻ ടീം കൈവരിച്ച നേട്ടങ്ങൾ ചെറുതല്ല. എന്നാൽ ഗംഭീറിൻ്റെ ഈ കടുപ്പമേറിയ സ്വഭാവത്തെക്കുറിച്ച് ഇപ്പോൾ തുറന്നു സംസാരിച്ചിരിക്കുകയാണ് BCCI മുൻ പ്രസിഡന്റ് കൂടിയായ സൗരവ് ഗാംഗുലി. അദ്ദേഹത്തിന് ഇത്ര പരുക്കനായി പെരുമാറേണ്ട കാര്യമില്ല എന്നാണ് ദാദ പറയുന്നത്. ഗംഭീർ വലിയൊരു പോരാളിയാണ്, ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരാൾ. എന്നാൽ ഗംഭീർ അടിസ്ഥാനപരമായി ഒരു നല്ല മനുഷ്യനാണ്. അതിനാൽ തന്നെ തൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അദ്ദേഹം ഇത്രയും റൂഡ് ആകേണ്ടതില്ല. ഗംഭീറിനൊപ്പം കളിച്ച അനുഭവത്തിൽ നിന്ന് തനിക്ക് അദ്ദേഹത്തെ നന്നായി അറിയാമെന്നും ഗാംഗുലി വ്യക്തമാക്കി. വ്യക്തിപരമായ നേട്ടങ്ങളെക്കാൾ ടീമിന് പ്രാധാന്യം നൽകുന്ന ഗംഭീറിൻ്റെ ശൈലിയെ ഗാംഗുലി പ്രശംസിച്ചു. വ്യക്തികളിലല്ല, മറിച്ച് ഒരു ടീം എന്ന നിലയിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ഗംഭീർ ശ്രമിക്കുന്നത്. ഗംഭീറിൻ്റെ കീഴിൽ ഇന്ത്യൻ ടീം കൈവരിച്ച വലിയ നേട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫിയും 2026 T20 ലോകകപ്പും ഇന്ത്യ സ്വന്തമാക്കിയത് ഗംഭീർ എന്ന പരിശീലകൻ്റെ കീഴിലാണ്. 2 പ്രധാന ICC ട്രോഫികൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ പരിശീലകൻ എന്ന റെക്കോർഡും ഗംഭീർ സ്വന്തമാക്കി കഴിഞ്ഞു. ഈ വിജയങ്ങൾ ഗംഭീറിൻ്റെ തന്ത്രങ്ങളുടെ കരുത്തുകൂടി തെളിയിക്കുന്നു. എന്നാൽ ഇനിയാണ് യഥാർത്ഥ വെല്ലുവിളികൾ എന്ന് ഗാംഗുലി ഓർമ്മിപ്പിക്കുന്നു. 2027 ഏകദിന ലോകകപ്പാണ് ഗംഭീറിൻ്റെ വെള്ളപ്പന്തിലെ യഥാർത്ഥ പരീക്ഷണം. ദക്ഷിണാഫ്രിക്കയിലെ സാഹചര്യങ്ങളിൽ ടീമിനെ നയിക്കുക എന്നത് അത്ര എളുപ്പമല്ല. എങ്കിലും കയ്യിലുള്ള മികച്ച ടീമിനെ വെച്ച് ഗംഭീർ അത് മറികടക്കുമെന്ന് ഗാംഗുലിക്ക് ഉറപ്പുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഗംഭീർ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും ഗാംഗുലിക്ക് ചിലത് പറയാനുണ്ട്. പിച്ചുകളെക്കുറിച്ചുള്ള അമിതമായ വേവലാതി ഗംഭീർ ഒഴിവാക്കണം. ഇന്ത്യയിൽ കളിക്കുമ്പോൾ സ്പിന്നിനെ മാത്രം സഹായിക്കുന്ന പിച്ചുകൾ തയ്യാറാക്കേണ്ടതില്ല. നല്ല പിച്ചുകൾ നൽകിയാലും മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ ഇന്ത്യൻ ടീമിന് സാധിക്കും. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ ഫലം ചൂണ്ടിക്കാണിച്ചാണ് ഗാംഗുലി ഇത് പറഞ്ഞത്. പിച്ചുകളെക്കുറിച്ചുള്ള ചിന്ത മാറ്റിവെച്ചാൽ റെഡ് ബോൾ ക്രിക്കറ്റിലും ഗംഭീറിന് വലിയ വിജയങ്ങൾ നേടാനാകും. IPL 2026 ശേഷം അഫ്ഗാനിസ്ഥാൻ, അയർലൻഡ് പരമ്പരകളും പിന്നീട് ഇംഗ്ലണ്ടിലെ നീണ്ട പര്യടനവുമാണ് ഗംഭീറിനെ കാത്തിരിക്കുന്നത്. ഗാംഗുലിയുടെ ഈ സ്നേഹപൂർണ്ണമായ ഉപദേശം ഗംഭീർ എത്രത്തോളം ഉൾക്കൊള്ളും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.